വെൽക്കം ടു അനുഹാദി യൂട്യൂബ് ചാനൽ. LP വിഭാഗം കുട്ടികൾക്കായി കുറച്ച് വായനാദിന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. കേരളത്തിൽ വായനാദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 19. വായനാദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? PN പണിക്കർ. വായനാ വാരം സാധാരണയായി ആചരിക്കുന്നത് ഏത് കാലയളവിലാണ്? ജൂൺ 19 മുതൽ 25 വരെ. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്ത് വിളിക്കുന്നു? ഗ്രന്ഥശാല അഥവാ ലൈബ്രറി. ഒരു പുസ്തകം എഴുതുന്നയാളെ എന്ത് വിളിക്കുന്നു? രചയിതാവ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത. കുന്തലതയുടെ രചയിതാവ് ആര്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? O. ചന്തുമേനോൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല? എറണാകുളം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം? കേരളം. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 23. ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? യുനെസ്കോ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആര്? കമലദാസ്. മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? കുമാരനാശാൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാളത്തിൽ ആദ്യ അച്ചടിച്ച പുസ്തകം ഏത്? സംക്ഷേപ വേദാർത്ഥം. വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്ത്? അറിവ്. കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമ പ്രസിദ്ധീകരിക്കുന്നത് ആര്? മലയാള മനോരമ. മലയാള മനോരമ സ്ഥാപിച്ചത് ആര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗ്രന്ഥശാല എവിടെ? സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയെ എന്ത് പറയും? കവർ. പുസ്തകത്തിലെ ഉള്ളടക്ക പട്ടികയെ എന്ത് വിളിക്കുന്നു? സൂചിക. പുസ്തകത്തിലെ ഓരോ ഭാഗത്തെയും എന്ത് വിളിക്കാം? അധ്യായം. കഥകൾ എഴുതുന്നയാളെ എന്ത് വിളിക്കുന്നു? കഥാകൃത്ത്. കവിതകൾ എഴുതുന്നയാളെ എന്ത് വിളിക്കുന്നു? കവി. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല എവിടെയാണ്? കൊൽക്കത്ത. ദേശീയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വെസ്റ്റ് ബംഗാൾ. മലയാളത്തിൽ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച വർഷമേത്? 1847. മലയാളത്തിൽ ആദ്യ ബാലസാഹിത്യകാരൻ കുഞ്ഞുണ്ണി. ഓടക്കുഴൽ എഴുതിയത് ആര്? G. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആര്? G. ശങ്കരക്കുറുപ്പ്. വായനാശീലം വളർത്താൻ സഹായിക്കുന്ന പ്രധാന സ്ഥാപനമേത്? ഗ്രന്ഥശാല. പുസ്തകം വാങ്ങുന്ന സ്ഥലത്തെ എന്ത് പറയാം? പുസ്തകശാല. ബുക്ക് എന്നത് എന്താണ്? ഇലക്ട്രോണിക് രൂപത്തിലുള്ള പുസ്തകങ്ങളെയാണ് ബുക്ക് എന്ന് പറയുന്നത്. പുസ്തകം വായിക്കുന്നയാളെ എന്ത് വിളിക്കാം? വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി. വായനയിലൂടെ വളരുന്ന പ്രധാന കഴിവേത്? ഭാഷാ കഴിവ്. കേരളത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥശാലയിലൊന്നായ തൃപ്പൂണിത്തുറ ഗ്രന്ഥശാല ഏത് ജില്ലയിലാണ്? എറണാകുളം. മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആര്? CP പള്ളിപ്പുറം. ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ബെന്യാമിൻ. ഒരു ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങൾ കടം വാങ്ങുന്നതിനുള്ള കാർഡ് എന്താണ്? ലൈബ്രറി കാർഡ്. വായനാ വാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വായനാശീലം വളർത്തുക. കുട്ടികൾ ദിവസവും ചെയ്യേണ്ട നല്ല ശീലം എന്താണ്? വായന.
അറിവിൻ്റെ വലിയ ഉറവിടം എന്താണ്? പുസ്തകങ്ങൾ. വായന മനുഷ്യനെ എന്താക്കുന്നു? അറിവുള്ളവനാക്കുന്നു. താങ്ക്സ് ടു ഓൾ.